ഹലോ ഗൈസ്, ഞാൻ സുറു. മിസ്സുക്കുട്ടനെ സ്കൂളിലാക്കിയിട്ട് ജോലിക്ക് പോകാനുള്ള പുറപ്പാടായിരുന്നു. തീറ്റിപ്പെട്ടിയൊക്കെ കൊണ്ട് എന്നെ മിസ്സുക്കുട്ടൻ പോകണുണ്ട് ടാറ്റയൊക്കെ കാണിച്ച്. തീറ്റിപ്പെട്ടി കിട്ടിയാൽ പിന്നെ അവന് എന്നെ പോലും വേണ്ടാത്ത അവസ്ഥയാണ് ഗൈസ്. ഇപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഓഫീസിലോട്ട് പോകാൻ നേരത്ത് എന്നോ അറിയത്തില്ല മൊത്തത്തിൽ ഇടിഞ്ഞു മൂടി കിടക്കുമായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല ഗൈസ്. ഞാൻ ഓഫീസിൽ എത്തുന്നവരെയും മഴ പെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പോയി സാധനമൊക്കെ പറക്കി വെച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ചപ്പോൾ കാണാം അതാ പുറത്ത് നല്ല മഴ. ഇതിന് വേണ്ടിയാണ് ഇത്രയും നേരം കാത്തുന്നത്. കുറച്ചുകൂടെ മുമ്പേ പെയ്തങ്ങ് തോരായിരുന്നു കേട്ടോ. ആകെ വിഷമത്തിലായി. കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ എനിക്ക് മിസ്സുവിനെ സ്കൂളിൽ വിടുന്ന സമയത്ത് എത്താനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡൗട്ട് അടിച്ചവിടെ നിന്നിട്ടും മഴ തോന്നില്ല ഗൈസ്. കുറേ നേരം ഞാൻ അവിടെ അങ്ങനെ നിന്ന് കുറേ നേരം സിനിമ പോസ്റ്ററൊക്കെ കണ്ട് ചേച്ചി മഴയൊക്കെ നനയുന്ന കണ്ടുകൊണ്ട് ഞാൻ നിന്ന്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മഴ വന്നപ്പോൾ ഇറങ്ങി. തോട്ടത്തറ എത്തിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. അവിടെ കുറേ നേരം നിന്നിട്ട് വീണ്ടും ഇറങ്ങി. അതാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ ആയിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ മേടിക്കാൻ നിൽക്കുന്ന വലിയ വലിയ ആൾക്കാരാണ് കണ്ടോ ഗൈസ്. എണ്ണയൊക്കെ തരുന്നത്. എന്നിട്ട് കൊറിയർ വാങ്ങിച്ചുകൊണ്ട് മിടിക്കുക കേട്ടോ. കൊറിയർ വാങ്ങിച്ചുകൊണ്ട് പോവുക. ഒരെണ്ണത്തിന് അങ്ങനെ രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ കാണാൻ അതാണ്ട് എൻ്റെ അടുത്ത ഡെലിവറി ഇവിടെ ആയിരുന്നു ഗൈസ്. എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്നെ നോക്കിയെന്ന് എന്തൊക്കെയോ കാണിക്കുമോ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് എനിക്കറിയില്ല. താഴെ കുഴിയായിരുന്നേ. അങ്ങോട്ട് പോയാൽ പിന്നെ ഞാൻ മേലോട്ട് പോകേണ്ടി വരും. ഉള്ള ജീവനം കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തോട്ടത്തറയിലായിരുന്നു ലാസ്റ്റ് ഡെലിവറി. അവിടെ എത്തിയപ്പോൾ കാണാം അതിന് ഞാൻ അവിടെ പെട്ട് ഗൈസ്. വണ്ടി മുന്നോട്ടും പുറകോട്ടും പോകുന്നില്ല. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ കുഴിഞ്ഞു പോയതാണ്. പിന്നെ കുറച്ച് കാലൊക്കെ നനച്ചാൽ വെള്ളത്തിൽ ഇറങ്ങി. എനിക്ക് കൂട്ടിന് ആരും വന്നില്ല ഗൈസ്. ആ പട്ടിക്കുട്ടനല്ലാതെ ആരും വന്നില്ല. പിന്നെ ഇറങ്ങി തള്ളി ഒരുവിധം ഞാൻ കരയ്ക്കടുപ്പിച്ച് ഗൈസ്. തള്ളാൻ ഞാൻ അടിപൊളി കണ്ടിട്ട് തള്ളും കേട്ടോ. അവിടെ ആണെങ്കിൽ പൊതിഞ്ഞു പോയതാണ് ഗൈസ്. എൻ്റെ കാലെല്ലാം നനച്ച് ചെളിവെള്ളത്തിൽ വീണ് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യായിരുന്നു. കുറേ നേരത്തിൽ പ്രാന്തായ പോലെ ആയിരുന്നു. വണ്ടി വലിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും വലിച്ചങ്ങ് കരയ്ക്കടുപ്പിച്ച്